ഹായ്, സ്നേഹക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫൗസിയ ഹംസ, നീലഗിരി. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ കാലത്ത് കുട്ടികളും വലിയവരും വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ജങ്ക് ഫുഡ് അഥവാ ഫാസ്റ്റ് ഫുഡ്. കടകളിൽ നിന്നും വാങ്ങിക്കഴിക്കുന്ന മായം കലർന്ന ഫാസ്റ്റ് ഫുഡിന് പകരമായി ചിക്കൻ വെച്ച് ഒട്ടും ഭയപ്പെടാതെ തന്നെ ഈ ഒരു ഫാസ്റ്റ് ഫുഡ് വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്നുള്ള വീഡിയോയാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതും ഏതൊരു സാധാരണക്കാർക്കും തയ്യാറാക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഞാനിതൊന്നുണ്ടാക്കുന്നത്. അതിനു മുമ്പായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി വീഡിയോയിലേക്ക് പോകാം. ലെബനീസ് ചിക്കൻ ടിക്ക റെഡിയാക്കാനായി 750 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ ഇടത്തരം കഷ്ണങ്ങളാക്കി പാകത്തിന് ഉപ്പ് ചേർത്ത് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടുന്ന മസാല റെഡിയാക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, പുതിനയില ഇവയെല്ലാം നല്ല പേസ്റ്റായി അരച്ചെടുക്കുക. മസാലയിൽ തൈരും ഓയിലും ചേർത്ത് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്തു വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾസും കൂടെ പറയാം. വലിയുള്ളി, കാപ്സിക്കം, പച്ചമുളക്, വഴുതന, ക്യാരറ്റ് ഇവയെല്ലാം റൗണ്ടായിട്ടോ സ്ക്വയർ ആയിട്ടോ കട്ട് ചെയ്ത് ഒരു സ്റ്റിക്കിലോ മറ്റോ ചിക്കൻ പീസും കൂടി ചേർത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ കോർത്തെടുക്കുക. അതിനുശേഷം ഫ്രൈ പാനിൽ വെച്ചോ ഗ്രിൽ വെച്ച് സ്റ്റൗവിന് മുകളിൽ വെച്ചോ ചുട്ടെടുക്കാം. ചിക്കന് മുകളിൽ ഓയിലോ ബട്ടറോ പുരട്ടി കൊടുക്കുന്നതും നല്ലതാണ്. ചിക്കൻ കുറച്ച് വേവായത് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി ഇതിലേക്കൊരു സാലഡും കൂടി തയ്യാറാക്കാം. കാബേജ്, കാപ്സിക്കം, ക്യാരറ്റ്, പച്ചമുളക് ഇവയെല്ലാം അരിഞ്ഞ് വിനാഗിരിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചുട്ടെടുക്കുന്ന ചിക്കന്റെ കൂടെയുള്ള വെജിറ്റബിൾസും നല്ലൊരു സലാഡും കൂടി ചേരുമ്പോൾ ചിക്കനേക്കാൾ കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കുന്നതിൽ ഉൾപ്പെടുത്താനും പറ്റും. ഇനി പാകമായ ചിക്കനിൽ നിന്നൊരു പീസ് എടുത്ത് മയോണൈസും കെച്ചപ്പും സലാഡും കൂടി ചേർത്ത് കഴിച്ചാലുണ്ടല്ലോ, ഒരാളും ഫാസ്റ്റ് ഫുഡിനായി കടകളിൽ കയറി ഇറങ്ങില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ.